വയനാട് മണ്ഡലത്തിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയ അമിത്ഷാ ഒരു വെടി പൊട്ടിച്ചു. राहुल बाबा अपने गठबंधन के लिए केरल के अंदर ऐसी सीट पर जाकर खड़े हैं कि मालूम ही नहीं पड़ता जुलूस निकलता है तो भारत है या पाकिस्तान का जुलूस है. രാഹുൽ ഗാന്ധിയുടെ പ്രചരണ റാലി കണ്ടാൽ വയനാട് പാകിസ്ഥാനിലാണോ എന്ന് തോന്നുമത്രേ. ഉദ്ദേശിച്ചത് എന്തെന്ന് വ്യക്തം, ഉള്ളിലിരിപ്പും. വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായതിന്റെ പിറ്റേന്ന് 2024 ജൂലൈ 31 രാജ്യസഭയിലെ ചർച്ച. സംസാരിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എഴുന്നേറ്റു. 23 जुलाई को केरल सरकार को अर्ली वार्निंग भारत सरकार की ओर से दी गई थी. 23 जुलाई 7 दिन पहले പറഞ്ഞതെല്ലാം കേരളത്തിനെതിരെ വസ്തുതാവിരുദ്ധമായ പരാമർശങ്ങൾ. ജൂലൈ 23 മുതൽ 26 വരെയുള്ള ദിവസങ്ങളിൽ കേരളത്തിന് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നും കേരളം അത് വകവെച്ചില്ലെന്നുമായിരുന്നു പരാമർശം. ഈ പറയുന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ മുന്നറിയിപ്പാണ്. ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ് നിലനിന്നിരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു തവണ പോലും ആ പ്രദേശത്ത് റെഡ് അലർട്ട് നൽകിയിട്ടുണ്ടായിരുന്നില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പരാമർശം വസ്തുതാവിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്നു തന്നെ തെളിവ് സഹിതം വ്യക്തമാക്കി. മുന്നൊരുക്കം നടത്താൻ ആവശ്യമായ അപകട മുന്നറിയിപ്പ് ഉത്തരവാദിത്തപ്പെട്ട 3 ഏജൻസികളും നൽകിയില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. മഴ മുന്നറിയിപ്പ് ഓറഞ്ച് നിറത്തിലായിരുന്നു. ഒരു പുഴയിലും വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല. ചെറിയ തോതിൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടത്. ഇതായിരുന്നു വസ്തുത. അപകടം ഉണ്ടായതിനു ശേഷം രാവിലെ 6 മണിയോടുകൂടിയാണ് റെഡ് അലർട്ട് ഈ പ്രദേശത്ത് മുന്നറിയിപ്പായി നൽകുന്നത്. 29 ഉച്ചക്ക് 1 മണിക്ക് നൽകിയ മുന്നറിയിപ്പ് പോലും വയനാട് ജില്ലക്ക് ഓറഞ്ച് അലർട്ട് മാത്രമാണ് നൽകിയത്. വയനാട്ടിൽ ഉരുൾപൊട്ടൽ നടന്നതിന് ശേഷം ജൂലൈ 30 അതിരാവിലെ 6 മണിക്ക് മാത്രമാണ് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയും റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും പ്രവചിക്കുന്ന കൃത്യതയോടെ അതിതീവ്ര മഴയും അതിന്റെ പ്രത്യാഘാതവും പ്രവചിക്കാനാവില്ല. തെളിവ് സഹിതമാണ് അമിത്ഷായെ പിണറായി വിജയൻ തിരുത്തിയത്. ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക്. അപ്പോൾ ദാ വരുന്നു അടുത്ത കുതന്ത്രം. പരിസ്ഥിതി മേഖലയിലെ ശാസ്ത്രജ്ഞന്മാർക്ക് കൊട്ടേഷൻ. കണക്കിലധികം ക്വാറികൾ ഉള്ളതുകൊണ്ടാണ് വയനാട് ദുരന്തമുണ്ടായത് എന്ന രീതിയിൽ പഠന ലേഖനങ്ങൾ എഴുതണം. ആ കൊട്ടേഷനുമായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ശാസ്ത്രജ്ഞന്മാരെയും ഗവേഷകരെയും സമീപിച്ചു. ഈ വിവരം ന്യൂസ് മിനിറ്റ് പുറത്തു കൊണ്ടുവന്നു. ശാസ്ത്രജ്ഞന്മാർ കൊട്ടേഷൻ എടുക്കാൻ വിസമ്മതിച്ചു എന്ന വെളിപ്പെടുത്തലും അവർ നടത്തി. രാജ്യവ്യാപകമായി വിമർശനങ്ങൾ ഉയർന്നതോടെ കേന്ദ്ര സർക്കാർ വീണ്ടും നാണം കെട്ടു. ശാസ്ത്രജ്ഞന്മാർ കൊട്ടേഷൻ എടുക്കാൻ വിസമ്മതിച്ചതോടെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് അണിയറയിൽ നിന്ന് പുറത്തു ചാടി. विशेष रूप से नदी का वो जो क्षेत्र जो इको सेंसिटिव एरिया था, वहाँ पर उन्होंने टूरिज्म के नाम पे, इलीगल माइग्रेंट के नाम पे जो उन्होंने एक अवैध बस्ती बनाने का काम किया. അനധികൃതമായ കുടിയേറ്റവും ക്വാറികളുടെ എണ്ണവുമാണ് വയനാട് ദുരന്തത്തിന് കാരണം എന്നായി അദ്ദേഹം. ഭൂപേന്ദ്ര യാദവിനും പിണറായി വിജയൻ കൃത്യമായ മറുപടി നൽകി. ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഹതഭാഗ്യരെ ഇങ്ങനെ അപമാനിക്കരുത് എന്ന് മുഖ്യമന്ത്രി തുറന്നടിച്ചു. ഇതൊരു ദുരാരോപണമാണ് കേട്ടോ. ഇത്തരമൊരു ദുരാരോപണത്തിലൂടെ ദുരന്തത്തിനിരയായ മനുഷ്യരെ അവമാനിക്കുകയാണ് ചെയ്യുന്നത്. ആ ഹതഭാഗ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടല്ലോ കുറെ പേരുടെ. അവരെ ഈ രീതിയിൽ അവമാനിക്കാൻ പാടില്ല. ഈ ദുരന്തത്തിൽ മണ്ണടിഞ്ഞുപോയ ആ പാവപ്പെട്ടവരാരെങ്കിലും അനധികൃത കുടിയേറ്റക്കാരാണോ? അവിടുത്തെ പാവപ്പെട്ട എസ്റ്റേറ്റ് തൊഴിലാളി അനധികൃത കുടിയേറ്റക്കാരാണോ? ആ ഭൂമി അവരുടെ സമ്പാദ്യത്തിന്റെ ഭാഗമായി സമ്പാദിച്ച ചെറിയ തുണ്ട് ഭൂമിയാണ്. അവിടെ ജീവിച്ച അവര് ആരെങ്കിലും അനധികൃത കുടിയേറ്റക്കാരാണോ? ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും ഏറ്റവും അടുത്ത ക്വാറിയിലേക്കുള്ള ദൂരം 10.2 കിലോമീറ്റർ ആണ് എന്ന് അദ്ദേഹം കേന്ദ്രമന്ത്രിയെ ഓർമ്മിപ്പിച്ചു. ഈ മുണ്ടക്കൈ ലാൻഡ് സ്ലൈഡ് ഏരിയയിൽ നിന്നും ഏറ്റവും അടുത്ത ക്വാറിയിലേക്കുള്ള ദൂരം 10.2 കിലോമീറ്ററാണ്. ഇതാണ് സത്യമെന്നിരിക്കെ എന്തിനാണ് കേന്ദ്രമന്ത്രി തെറ്റായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്? പ്രകൃതി ദുരന്തം വന്നിട്ടായാലും കേരളീയർ കൂട്ടത്തോടെ കൊല്ലപ്പെടുന്നതിൽ സങ്കടമോ സഹാനുഭൂതിയോ ഉള്ളവരല്ല നിർഭാഗ്യവശാൽ ഇന്ന് കേന്ദ്രം ഭരിക്കുന്നത്. കേരളത്തോടുള്ള വെറുപ്പും വൈരാഗ്യവും ആകാവുന്നത്ര ക്രൂരമായി വെളിപ്പെടുത്താനുള്ള അവസരമായിട്ടാണ് ഈ സന്ദർഭങ്ങളെ സംഘപരിവാർ ഉപയോഗിക്കുന്നത്. 2018-ലും 19-ലും പ്രളയകാലത്ത് ഞാഞ്ഞൂലുകളാണ് കേരളത്തിനെതിരെ വിഷം തുപ്പിയതെങ്കിൽ 2024-ൽ സാക്ഷാൽ രാജവെമ്പാലകൾ തന്നെ രംഗത്തിറങ്ങി. പേമാരിയോ പ്രളയമോ ഉരുൾപൊട്ടലോ കടൽക്ഷോഭമോ ദുരന്തം എന്തുതന്നെ കേരളത്തിലുണ്ടായാലും ഒരു ചില്ലിക്കാശ് കേന്ദ്ര സഹായം കിട്ടില്ലെന്ന സ്ഥിതിയാണ്. 2018-ൽ നമുക്കുണ്ടായത് 31,000 കോടിയുടെ നഷ്ടമെന്നാണ് ഐക്യരാഷ്ട്രസഭ നിയോഗിച്ച പഠന സംഘത്തിന്റെ കണക്ക്. നാം കേന്ദ്രത്തോട് ചോദിച്ച സഹായം 20,000 കോടി രൂപ, തന്നത് വെറും 500 കോടി. 2019-ലെ പ്രളയനഷ്ടങ്ങളെ അതിജീവിക്കാൻ നാം ചോദിച്ചത് 2,102 കോടി, തന്നത് വട്ടപൂജ്യം.
ഈ കാലയളവിൽ മറ്റു സംസ്ഥാനങ്ങൾക്കെല്ലാം കേന്ദ്രം വാരിക്കോരി കൊടുക്കുകയും ചെയ്തു. 2024 ഇതുവരെ നമുക്ക് ഒരു അധിക സഹായവും കിട്ടിയിട്ടില്ല. കോടതിയൊക്കെ ഇടപെട്ടതുകൊണ്ട് 100-200 കോടി കിട്ടിയാലായി. ധാരാളം കിട്ടിയവർക്ക് കിട്ടിക്കോട്ടെ, നമുക്ക് പരാതിയില്ല. പക്ഷെ കേരളത്തോട് എന്തിനീ വിവേചനം? കാരണം രാഷ്ട്രീയം മാത്രമല്ല എന്ന് നാം കണ്ടു. BJP നേതൃത്വത്തിന്റെ ഉള്ളിൽ കിടന്ന് തിളയ്ക്കുന്ന കേരള വിദ്വേഷത്തിന്റെ അടിസ്ഥാന കാരണമാണ് 2019 അമിത്ഷാ നടത്തിയ ആ കുപ്രസിദ്ധമായ നിരീക്ഷണം. വയനാട് പാകിസ്ഥാനിലാണോ എന്ന കുപ്രസിദ്ധമായ ആ തോന്നൽ. भारत है या पाकिस्तान का जुलूस है? UDFനെ നോക്കൂ. ക്രൂരമായ വിവേചനം ഹീനമായ ഭാഷയിൽ പുറത്തു വന്നിട്ടും അവിടെ നിശബ്ദതയാണ്. പ്രതികരണവും പ്രതിഷേധവും ഒന്നുമില്ല. അമിത്ഷായെയും ഭൂപേന്ദ്ര യാദവിനെയും ഒക്കെ തിരുത്തേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഇടതുപക്ഷ നേതാക്കൾക്കും മാത്രം. സംഘപരിവാർ IT സെല്ലിന്റെ വിഷപ്രചരണത്തെ പ്രതിരോധിക്കാൻ സൈബർ കമ്മികൾ മാത്രം. കേരളമെന്താ ഇന്ത്യയിലല്ലേ എന്ന ചോദ്യം BJP നേതൃത്വത്തോടും കേന്ദ്ര സർക്കാരിനോടും മാത്രമല്ല, VD സതീശനോടും K സുധാകരനോടും കൂടി നാം ചോദിക്കണം. BJPയോടുള്ള അന്ധമായ വിധേയത്വത്തിനും അവർക്ക് വേണ്ടി നടത്തുന്ന അടിമപ്പണിക്കും UDFും കേരളത്തിനോട് കണക്ക് പറയേണ്ടി വരും.